അങ്കിളെ അങ്കിൾ കൂടിയേ തീരൂ എന്ന് കടും പിടുത്തം പിടിക്കുകയാണെങ്കിൽ ഞാനത് ഊരിത്തരാം. പക്ഷെ അങ്ങനെ പിടിക്കല്ല. എനിക്ക് സ്വന്തം രൂപ വേണം. ശമ്പളം കിട്ടിയ ഉടൻ ഞാനതങ്ങ് തിരിച്ചു തരാം. അങ്കിളിന് എന്നെ വിശ്വാസമല്ലേ? സാക്ഷാൽ വേലൂരുകം വന്ന് കാശ് ചോദിച്ചാലും ആദ്യം ആ വേലിങ് വാങ്ങിച്ചു വെച്ചതിന് ശേഷമേ കാശ് കൊടുക്കാവൂ. അതാ പണയക്കാരന്റെ പ്രമാണം. അതുകൊണ്ടാ. ഇതെനിക്ക് സെന്റിമെന്റൽ വാല്യൂ ഉള്ള മാലയായിരുന്നു. വെറും 500 രൂപയുടെ ആവശ്യമാണ്. ശമ്പളം കിട്ടിയാലുടനെ പുള്ളി അങ്ങ് തരും. പ്രഭാത കച്ചവടത്തിലെ ശമ്പളമല്ലേ? കേട്ടിട്ടുണ്ട്. ഇതുവരെ ഉള്ളത് കണക്കാക്കണ്ട. എന്റെ അപ്രന്റീസ്ഷിപ്പ് ഈ മാസം കൊണ്ട് കഴിയുക. അടുത്ത മാസം മുതൽ സിറ്റി എഡിറ്ററാ, പെർമനന്റാ. പിന്നെ 1-ാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ശമ്പളം മേശപ്പുറത്താ. എഡിറ്ററല്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയാലും മുതലിടുന്നാലല്ലാതെ എന്റെ ഇന്ന് 10 പൈസ കിട്ടുകയല്ല. പയ്യെ ഇങ്ങോട്ടൊരിച്ച ഒടുവിൽ പാതി മാല കല്ലേലിരിക്കും. അതൊന്നും ഇരിക്കില്ല. മതിയെങ്കിലേ മാല അപ്രത്യക്ഷമാവും ഈ കണക്കിന്. എന്താ കമ്പി എണ്ണുന്നോ? 3 എണ്ണയ്ക്ക് വാലായിട്ട് LLB എടുത്ത് വെച്ചേക്കുന്നതേ വക്കീലിനെ വെക്കാതെ കേസ് വാദിക്കാനാ. ഇനിയിപ്പോ എഴുതി എടുക്കാൻ പോണത് LLM. ചീറ്റിങ് കൊണ്ട് എന്റെ അടുത്ത് വന്നാണല്ലോ. സ്വർണ്ണം കൊണ്ട് വന്നേക്കുന്നു. ഇത്തവണത്തേക്ക് വിടുന്നു. ഈ സ്വർണ്ണം വരയ്ക്കാന്ന് പറയുന്നുണ്ടല്ലോ, നീ പ്രധാന കർച്ചത്തിൽ ചരയ്ക്കുന്നത് പോലുള്ള പണിയല്ല. കാശ് തരാനില്ലേ വേണ്ട. പക്ഷെ ആളുകൾ ആക്ഷേപിച്ചാലുണ്ടല്ലോ. എന്റെ ഫേസ് വാല്യൂവിൽ 500 അല്ല 5 ലക്ഷം തരാൻ നാട്ടിൽ ആൾക്കാരുണ്ട്. പിന്നെ ആ തന്നെ ഒന്നേരം അപ്പുറത്തേക്കൂടെ ഒരു പിടി പിടിച്ചില്ലേ? പിടിച്ചോ പിടിച്ചോ. മുക്കുകൊണ്ടം കൊണ്ട് വന്നിട്ട് 500 ഉലുവ. യാത്രയപ്പം തൽക്കാലം ഒക്കെ കലക്കിയ കോളുണ്ടല്ലോ ആന്റി. നന്നായി. ആന്റി കരഞ്ഞോ? കരഞ്ഞായിരുന്നോ? ചെറുതായിട്ട്. നിങ്ങൾ പറയുന്നു കരഞ്ഞോ? ചായ കുടിച്ചിട്ട് പോവാ. ഈ ആന്റിയോട് എത്ര തവണ പറഞ്ഞതാ അവിടെ ബോള് പറക്കുന്ന ഒരു ജോലിയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരാൻ. രാമിനെ ഞാനെന്ന് പറഞ്ഞ സംശയം ഓർമ്മയുണ്ടോ? എന്ത്? ഇതിന് ഫോട്ടോ പോണുണ്ട്. ഇതിന് ഫോട്ടോ പോണുണ്ട്. ഷുവറാണോ? ഷുവറാ. അത് പോണത് മുഴുവൻ പെമ്പിള്ളേരുടെ പടങ്ങളാ. അതാരെടുക്കാൻ? അതെനിക്കറിഞ്ഞൂടാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹെയർ ടോണിക്കാരുടെ പരസ്യത്തിന് വേണ്ടി എടുത്ത ആ നളികയുടെ കുറെ സെക്സി ഫോട്ടോസ് ഇല്ലായിരുന്നോ? അതിപ്പോ കാണാനില്ല. നമ്മുടെ കാണാതെ നളിനും കോകിലൊക്കെ എന്തത്? കണക്കിന് നിന്റെ അങ്കിളി LLM അല്ല, അതിന്റെ അപ്പുറത്തെ പരീക്ഷയും ജയിക്കും. എന്താ പഠിത്തം, എന്താ ശ്രദ്ധ. എന്താ അവിടെ വായിച്ചോണ്ടിരുന്ന ബുക്ക് എടുക്കാൻ ആര് പറഞ്ഞു? ഇല്ലല്ല. കുറെ കൂടുന്നു കളി. എങ്കിൽ പിന്നെ ഇതെന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ പോരായിരുന്നു അങ്കിളെ.
സ്വല്പ പരിചയക്കുറവാണ്. ആദ്യമല്ലേ ഇത് രോഗമല്ല കാര്യം പറഞ്ഞു പോരുന്നത് പ്ലാനല്ല. ഇപ്പോഴത്തേക്കൊന്ന് സഹിച്ചിരുന്നോട് ശരിയാക്കാം നമുക്ക്. ഇതാണോ താൻ വലിയ കാര്യമായിട്ട് കുഴിഞ്ഞെടുത്തുകൊണ്ട് വരുന്ന വാർത്ത? പരിചയക്കൂടി വന്നാൽ ഇടാമെന്ന് പറ. എന്റെ അടുത്തൊരു ഫ്രണ്ടിന്റെ അമ്മയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിലെങ്കിലും ഇതൊരു വാർത്തയായിട്ട് വന്നില്ലെങ്കിൽ പോരെങ്കിൽ മിസ്സിസ് കുഞ്ഞിക്കൃഷ്ണമേനോനെ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ? മിസസ് കുഞ്ഞിക്കൃഷ്ണമേനോൻ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒരു വാർത്തയല്ല. അതേസമയം അവർ വ്യഭിചരിച്ചു എന്നൊരു വാർത്ത കൊണ്ടുതരാൻ കഴിഞ്ഞാൽ തന്നെ ഞാനൊരു ജേർണലിസ്റ്റായിട്ട് അംഗീകരിക്കാം. കൊള്ളാവുന്ന ഒരു സ്കൂപ്പ്, ഒരൊറ്റ സ്കൂപ്പ് തനിക്ക് ഇതുവരെ കൊണ്ടുതരാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്കൂപ്പോ? സ്കൂപ്പ് എന്ന് പറഞ്ഞപ്പോ സ്കോപ്പുള്ള വാർത്ത എന്നാണോ? സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂപ്പ്. മറ്റൊരു പത്രക്കാരനും കിട്ടാത്ത ന്യൂസ് ആദ്യമായിട്ട് തപ്പിയെടുത്തുകൊണ്ട് വന്നാൽ അത് ആ സ്കൂപ്പ്. ഇതുപോലും അറിയാൻ മേലെങ്കിൽ തന്നെ ഞാനിങ്ങനെ സ്ഥിരപ്പെടുത്തും. ഇക്കണക്കിന് പോയാൽ താനിവിടെ അധികം കാലം അപ്രന്റീസ് കളിക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. സോറി മിസ്സസ് നായർ. അത്യാവശ്യമുണ്ട്. നാളെ മറ്റോ വരാം. ഒരു 10 മിനിറ്റ് പ്ലീസ്. വേണ്ട, ഇതൊന്നും വേണ്ട. ഇതെന്താ നീരുന്നേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. മുടി കഴിയാനല്ലേ അകത്തേക്ക് നിൽക്കണു. ആദ്യമൊക്കെ ചെറിയൊരു അസുഖം പോലെയൊക്കെ തോന്നി വരും. ഞാനിത് ആദ്യമൊന്നുമല്ല, ഇവിടെ ആദ്യമാണെന്നേ ഉള്ളൂ. അതിനെ നേരം കുറവൊന്നുമില്ല. ഇതുവരെ എടുത്തോട്ടെ. ബൈ ഓൾ മീൻസ് ബോസ് വരാം. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്.
ചാർജ് ചെയ്തത്? ഇക്കണക്ക് നിങ്ങൾ ഒരുക്കി വരുന്നത് പിന്നൊരിക്കൽ വരാതാവുമല്ലോ. എവളൊക്കെ പൂത്ത കാശുകാരിയാ ചേച്ചി. എന്ന് പറഞ്ഞ് അവൾ ഒന്നുകളില്ല നിന്നെ. ഞാൻ ആരാണോ നീ വിചാരിച്ചത്? ആർക്കും ഒരു കൈവത്തമൊക്കെ പറ്റിയെന്നിരിക്കും. നീനാണോ കൈയബദ്ധം? എന്താ 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 കുഞ്ഞിനെ? എന്താണോ കാണുന്നില്ലേ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് എവിടെയോട് ചോദിക്കാൻ? കുടികളിപ്പിക്കാനാണെന്ന് പറഞ്ഞ് വന്നിട്ട് ഞാനിത് എന്റെ പിള്ളേരെ മുഖത്ത് എങ്ങനെ നോക്കും? കൊച്ചുങ്ങൾ അച്ഛൻ അറിയാതെയാണ് ഞാൻ വന്നത്. നേരത്തെ ഈ കാല് വാരി ഒഴിച്ചത് വല്ല ആശിക്കാൻ പറ്റും ആണോ എന്തോ? എല്ലാം കൂടെ പൊഴിഞ്ഞു പോയി മൊട്ടയാകുമോ ഭഗവാനെ? അയ്യോ, അമ്മ ബില്ല്. പുല്ല് താമോ? യു കൻ സിറ്റ്. താങ്ക് യു മാഡം. എന്താ പേര്? ഫുള്ള് കൂടെ ഒന്നുമില്ലേ? മനസ്സിലായില്ല. സംതിങ് ലൈക്ക് മിനി മാത്യു, മിനി മേനൻ, മിനി നായ, മിനി ബേഗം. ഇല്ല, വെറും മിനി. ഇനിഷ്യൽ? യെസ് യെസ് മിനി. നേരത്തെ എവിടെയെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായിട്ടുണ്ടോ? കോഴ്സ് വരുന്നതാണ്, പാസ്സായിട്ടില്ല. Where is the coloring mass of the skin found? It is found in the deepest layer of the stratum germinatum, the granular layer of the epidermis and the papillary layer of the dermis. Yes, correct, correct. What are the functions of the skin? It is protection, heat regulation, excretion, secretion, sensation, and absorption. You are right, you are right. ഈ കുത്തബ് മീനാറിന് എന്ത് ഉയരം വരും? അറിയില്ല. Can you describe the structure of the sweat glands? Sweat glands. They consist of a coil base and a tube-like duct which forms a pore at the surface of the skin. കറക്റ്റ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സിന്ധു നദീതട സംസ്കാരം. കേട്ടിട്ടുണ്ട്. അത് എന്നു മുതൽ എന്ന് വരെയായിരുന്നു? ഈ ജിറാഫില്ലേ, ജിറാഫ്, യെസ്. അതിന്റെ കഴുത്തിൽ എന്ത് നീളം വരും? ഫുൾ ഹൈറ്റിലെത്തുമ്പോ? സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. വേറെ എന്തെങ്കിലും ചോദിക്കുന്നു? വേണമെന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കേ ഫോർ മീ. ഇന്റർവ്യൂ ഓവർ? യെസ്. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ആ, ഇനി ശമ്പളത്തെ കുറിച്ച് ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. എനിക്ക് അങ്ങനെ വലിയ ശമ്പളം ഒന്നും തരാൻ ഒക്കത്തില്ല. തൽക്കാലം കഴിഞ്ഞുകൂടാനുള്ളത് എനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. എനിക്കൊരു 1000 rupees വേണം ടു സ്റ്റാർട്ട് വിത്ത്. 1000 രൂപയോ? നിങ്ങൾക്ക് 1000 രൂപ ശമ്പളം തരണമെങ്കിൽ ഇവിടെ എന്ത് വരുമാനം ഉണ്ടാവണം? അതിനൊക്കെ വരുമാനം ഉണ്ടാക്കി തരേണ്ടത് എന്റെ ജോലിയല്ലേ? അത് ഞാൻ ഉണ്ടാക്കി തരും. ആ, വരൂ വരൂ വരൂ. ഫീസില്ലേ? ഉണ്ട്. എന്താ ഇന്ന് വല്ലാതിരിക്കുന്നത്? അല്ല, ഞങ്ങള് ക്ലോസ് ചെയ്തോ? ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഏതായാലും നിങ്ങൾ വന്നത് കറക്റ്റ് ടൈമിനാ. ഞങ്ങളുടെ പുതിയ ബ്യൂട്ടീഷ്യന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. തിയറി ലെവൽ എക്സലന്റ്. പ്രാക്ടിക്കൽ സൈഡിലൂടെ നോക്കാൻ നിങ്ങളിൽ ഒരാളൊന്ന് ഇരുന്ന് കൊടുത്താൽ. ആയിട്ടോ? ഞാനില്ല. അങ്ങനെ പറഞ്ഞു ഒഴിയല്ലേ പ്ലീസ്. ഒന്ന് സിമ്പിൾ ഹെയർ വാഷിങ്ങോ എന്തെങ്കിലും മതി. വീട്ടിലും തോന്നി അപ്പോ ഇതിനേക്കാം. കൊള്ളാന്ന് ഇപ്പൊ അവളെ അപ്പൻഡ് ചെയ്യാം. കഴിഞ്ഞിട്ട് വന്ന് അങ്ങനെ വേദനയൊന്നും എടുപ്പിക്കില്ല. ഞാൻ ചെയ്യാം. ആ, മാഡത്തിന് വേണ്ടിയില്ലേ?
So nice. Thanks. എനിക്കും കൂടെ. സോറി, ഞാൻ സ്റ്റാഫായിട്ടില്ല. ആണെങ്കിൽ അപ്പ കുട്ടി അറ്റൻഡ് ചെയ്യാം. നാളെ ഈ കുട്ടി ഇവിടെ ഉണ്ടാവോ? മിക്കവാറും. ഉണ്ടെങ്കിൽ രാവിലെ ആദ്യത്തെ കേസായിട്ട് എന്റെ പേര് രജിസ്റ്റർ ചെയ്തോളണം. കൺഫേംഡ്? രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഞാൻ വർക്ക് ചെയ്യൂ. ഇതിനിടയിൽ 1 to 3 നോൺ ബ്രേക്ക്. വെനസ്ഡേ ഹോളിഡേ ആയിരിക്കും. സൺഡേ ഐ വിൽ വർക്ക്. പിന്നെ തൽക്കാലം എനിക്കൊരു അസിസ്റ്റന്റിനെ വേണം. അത് ഞാൻ തന്നെ റിക്രൂട്ട് ചെയ്യും. അതെന്തിനാ? എന്റെ ഒപ്പം അല്ലേ അവർ വർക്ക് ചെയ്യേണ്ടത്. അതിന് പറ്റിയ ആളാരാണെന്ന് എനിക്കല്ലേ അറിയാൻ പറ്റൂ. ആയിക്കോട്ടെ. അല്ല, ഈ കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്ത് നോക്കുക. എങ്കിൽ എന്ന് മുതൽ വർക്ക് തുടങ്ങാം? നാളെ തുടങ്ങാം. ഓക്കെ. ഇന്ന് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. എക്യുപ്മെന്റ്സ് മുഴുവൻ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. അതിനൊക്കെ മുമ്പായിട്ട് മാഡം എന്റെ ഒപ്പം ആ ജംഗ്ഷനപ്പുറത്തുള്ള ഹോസ്റ്റൽ വരെ വന്ന് ലോക്കൽ ഗാർഡിയനായിട്ടൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. ഞാനവിടെ എല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതിനെന്താ, വരൂ. ഇവിടെ മസാജിങ് ഉണ്ടോ? ഇല്ല. ഇല്ല. ഇവിടെ പിന്നെ എന്നതാ ഉള്ളത്? എവിടുന്ന്? കുറെ ദൂരെ നിന്നാ. ഇന്നലെ ഒരു സിനിമ കയറിയപ്പം ഇവിടത്തെ സ്ലൈഡ് കണ്ടു. ഇത് ലേഡീസിന് മാത്രമുള്ള ബ്യൂട്ടി പാർലറാ. ആണുങ്ങൾക്കോ? അതിന് വേറെ സ്ഥലം കാണും. ഇവിടെ നിങ്ങൾക്ക് ആൽബം ഉണ്ടോ? എന്തിനാ? ചുമ്മാ നോക്കാൻ. ഇല്ല. ഇന്നലെ നിങ്ങൾ സ്ലൈഡ് ഇട്ടപ്പം അതിനകത്തൊരു പെണ്ണിന്റെ പടമിട്ടില്ലായിരുന്നു. അത് ഇവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. ഒന്ന് വിളിക്കാമോ? എന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. എന്താ അത്ര അത്യാവശ്യം? ഇന്നലെ ആ പടം കണ്ടപ്പോ മുതലേ എനിക്ക് അതിനോട് എന്തോ ഒരു കാണാൻ തോന്നുക. വീട്ടില് ഭാര്യ ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിലും കൊണ്ടുപോവാ, മസാജ് ചെയ്ത് വിട്ടാക്ക. ഇത് പെണ്ണുങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ എന്നോട്? എന്താ സാർ അനാവശ്യം പറയുന്നത്? ഇറങ്ങി പോടോ. അവനെ അങ്ങനെ വിടരുതായിരുന്നു. പിന്നല്ലാതെ എന്താ ചെയ്യേണ്ടത്? പിടിച്ചിടത്തി മസാജ് ചെയ്യിക്കണമായിരുന്നോ? എന്നല്ല, പക്ഷെ ആരാണവൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് വിട്ടാൽ മതിയായിരുന്നു. അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ആരെയോ അവൾ പേടിക്കുന്നുണ്ട്. അങ്ങനെ തോന്നാനിപ്പോ? അല്ലെങ്കിൽ എന്തിനാ ആ കുട്ടി പബ്ലിസിറ്റി എത്ര പേടിക്കുന്നത്? ആ ഫോട്ടോ മുതൽ നെഗറ്റീവ് സൈഡും തിരികെ വാങ്ങിച്ചിട്ടേ അതിന് സമാധാനമായുള്ളൂ. അത് ചിലപ്പോ അല്ലെന്നാ, അവളുടെ കണ്ണടയില്ലേ, അതൊരു കള്ളക്കണ്ണടയാ. അത് പവർ ഗ്ലാസ് അല്ല, വെറും സാധാരണ ഗ്ലാസ്സാ. വായിക്കാൻ അവൾക്ക് അതിന്റെ ആവശ്യമില്ല. ആര് പറഞ്ഞു? ഞാൻ ഇടയ്ക്കൊരു ദിവസം അവൾ ഊരി വെച്ചിട്ട് പോയ സമയത്തെടുത്ത് നോക്കി. അത് പവർ ഗ്ലാസ്സേ അല്ല, ഉറപ്പാ. അത് കൊള്ളാവില്ല. അവളുടെ ഭാഷ ഈ പറയുന്ന ഒന്നുമല്ല, വേറെന്തോ ആണ്. അങ്ങനെയാണെ ഈസി ആയിട്ട് പിടിച്ചുതരാം. എങ്ങനെ? ആ കൂടെയുള്ള പെണ്ണിനെ വശത്താക്കി കാര്യങ്ങൾ ചുരണ്ടിയെടുക്കാൻ എന്താ പാട്? വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാമല്ലേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും കാലം രഹസ്യമായിട്ട് കൊണ്ടുവിടുന്ന ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് വെച്ച് പറയണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നാ പിന്നെ ഈ ചങ്കും കൂടെ പറിച്ചെങ്കിൽ തരാം. അതും കൂടെ അതിന്റെ കൂട്ടം കരച്ചേരെ. ഈ പെമ്പിള്ളേരുടെ ഒരു മനസ്സ്. രണ്ടുപേരും ഒരുപോലെ തന്നെ. ആരാ രണ്ടുപേര്? സുധയുടെ ബോസ് മിനിക്കുട്ടി. ബോധിച്ചില്ലേ മിനിയമ്മ? ഓ, അവിടെയും പോയി ചങ്ക് കുറച്ച് കാണിച്ചായിരിക്കും. ഹേയ്, അതെന്റെ സുധക്കുട്ടിക്ക് മാത്രം. അങ്ങോട്ട് നീങ്ങില്ലേ? ഇറങ്ങി പോവാൻ പറഞ്ഞില്ല. ഈ മിനിക്കുട്ടിക്ക് വേറെ കണക്ഷൻ വല്ലതുണ്ടോ? ചോദിക്ക്. നിങ്ങൾ രണ്ടും ഒരു റൂമിലല്ലേ കഴിയുന്നത്? ആ, അതിനെ കാണാനായിട്ട് ഹോസ്റ്റലിൽ ആരെങ്കിലും വരാറുണ്ടോ? വല്ല ബന്ധുക്കളോ, കസിൻസ്മാരോ?
ഒരു കാര്യം ചെയ്യാം, ആ. ഞാൻ ആ കുട്ടിയോട് പറയാം. ആ. ഇവിടെ ഒരാള് ഇങ്ങനെ കുറെ സംശയമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്താ അതിനെ പറ്റി അറിയേണ്ടത്? പയ്യോർക്കിന് ആളെ വിടുക അല്ലേ? മനസ്സിലായില്ല. ആ മനുഷ്യനെ വിട്ട് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കുട്ടിയോട് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിപ്പിക്കുക. നാളെ ആവുന്നില്ലേ? അഥവാ അങ്ങനെ ചോദിച്ചാൽ തന്നെ അവൻ ഇത്രയ്ക്ക് അപ്സെറ്റ് ആവുന്ന എന്തിനാ? എനിക്കത് ഇഷ്ടമല്ല. ഞാനിവിടെ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു എംപ്ലോയി ആയിരിക്കും എന്ന് വെച്ചിട്ട് എന്റെ പ്രൈവസി ഞാൻ ആർക്കും പണയപ്പെടുത്തിയിട്ടില്ല. ആ കന്നഡ എടുത്ത് മനസ്സില്ല. ആവശ്യമില്ലാതെ എന്തിനാ ഒരു പ്ലെയിൻ ഗ്ലാസ് വെച്ച് കാണാൻ ചുവണ്ടൊരു മൂക്കിനെ കൊണ്ട് ഭാരം ചുമപ്പിക്കുന്നത്? പ്ലെയിൻ ക്ലാസ്സോ? അതെ, മിനി അറിയാതെ ഒരു ദിവസം ഞാൻ അവിടെ നോക്കി. പ്ലെയിൻ ഗ്ലാസും പവർ ഗ്ലാസും തമ്മിൽ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തതും പബ്ലിസിറ്റി ഷിർക്ക് ചെയ്യുന്നതെല്ലാം കുട്ടി എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അതെന്നാലും ഞാൻ അറിയും. എനിക്കെന്താ അതിന്റെ ആവശ്യമെന്ന് ചോദിക്കുമായിരിക്കും. ഇനി അതും പറയാം. മിനിയുടെ പാസ്റ്റ് എന്തായിരുന്നാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്റേതായിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട്. കുട്ടിയുടെ ഉള്ളിൽ പേടിയുണ്ട്. എന്തിനൂടെ ഉള്ള പേടി. ആ പേടി ഞാൻ മാറ്റിയെടുക്കും. വരട്ടല്ലേ? ഹായ്. എന്നിട്ടാ ഞാൻ ആ പാർലർ വരെ. ഇന്നെന്താ അവധിയിലായിട്ട്? അത് എനിക്ക് പെട്ടെന്നൊരു സംശയം. ഇന്നലെ ആ കോയിൽ ചൂടാക്കാൻ ഓൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയോന്ന്. ഞാൻ വീണോ? വേണമെന്നില്ല, ഞാൻ ഇപ്പൊ ഒന്ന് തിരിച്ചു വരാം.